ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നിസ്മ. നിങ്ങളിൽ പലരും റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്നവരാവും അല്ലേ? അതിൽ തന്നെ സ്പെസിഫിക് പേഴ്സണെ അല്ലെങ്കിൽ എക്സിനെ ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ ഒരുപാട് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, മാനിഫെസ്റ്റേഷൻ നടക്കാറായോ അല്ലെങ്കിൽ എപ്പോൾ നടക്കും എന്നൊക്കെയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്പെസിഫിക് പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവുന്നു എന്നുള്ളതിന്റെ 5 സൈൻസ് ആണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 1. നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം, എക്സൈറ്റ്മെന്റ് ഒക്കെ ഫീൽ ചെയ്യുന്നത്. ആ മാനിഫെസ്റ്റേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. അതേ സന്തോഷം, അതേ എക്സൈറ്റ്മെന്റ്, ആ ഒരു ഫീലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അടുത്തെത്തി എന്നുള്ളതാണ് അർത്ഥം. രണ്ടാമത്തത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ സ്വപ്നം കാണാൻ തുടങ്ങും. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആ വ്യക്തിയെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ എനർജി ഫ്രീക്വൻസിയുമായിട്ട് അലൈൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇങ്ങനെ അലൈൻഡ് ആയാൽ മാത്രമേ ആ മാനിഫെസ്റ്റേഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു സൈനാണ്. മൂന്നാമത്തത്, നിങ്ങൾ കൂടുതൽ പോസിറ്റീവ് ആവാൻ തുടങ്ങും. നിങ്ങൾ ഒരു വ്യക്തിയെ അട്രാക്ട് ചെയ്യുമ്പോൾ അത് സ്പെസിഫിക് പേഴ്സൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്സ് ആയിക്കോട്ടെ, ആര് തന്നെയായാലും നിങ്ങളുടെ ഉള്ളിൽ മാറ്റം സംഭവിക്കുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ പോസിറ്റീവായിട്ട് മാറുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി കടന്നു വരാൻ പോകുന്നു എന്നതിൻ്റെ സൈനാണ്. നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജി ഇൻക്രീസ് ആയാൽ മാത്രമേ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കൂടുതൽ സ്ട്രോങ് ആവുകയുള്ളൂ. എന്നാൽ മാത്രമേ അത് വേഗം മാനിഫെസ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റേറ്റിൽ നിന്ന് നിങ്ങൾ കൂടുതൽ പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സ്ട്രോങ് ആവുന്നു, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വേഗത്തിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൈനാണ്. നാലാമത്തത്, റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷൻ സക്സസ് സ്റ്റോറീസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുകയോ കേൾക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ എനർജി വൈബ്രേഷൻസിനനുസരിച്ചാണ് നമ്മുടെ മുന്നിൽ ഓരോ കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾ കൂടുതൽ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷൻ സക്സസ് സ്റ്റോറീസ് കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ മാനിഫെസ്റ്റേഷന്റെ യഥാർത്ഥ പാതയിലാണ് എന്നുള്ളതാണ്. അഞ്ചാമത്തത്, സെൽഫ് ലവ് ഇൻക്രീസ് ആവാൻ തുടങ്ങും. മാനിഫെസ്റ്റേഷന്റെ കീ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്. നമുക്ക് നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരും നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയുള്ളൂ. അല്ലാണ്ട് നമ്മളെ സ്നേഹിക്കാണ്ട് മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ സെൽഫ് ലവ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്നവർ ആദ്യം തന്നെ സെൽഫ് ലവ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. സെൽഫ് ലവ് ഇൻക്രീസ് ആയി തുടങ്ങിയാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വന്നു ചേരുകയുള്ളൂ. സോ സെൽഫ് ലവ് ഇൻക്രീസ് ആവുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ആവുന്നു എന്നുള്ളതിന്റെ സൈനാണ്. റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് നിങ്ങളുടെ ലൈഫ് കൂടുതൽ സുന്ദരമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.